പ്രജി, ഈ ആകാശ് കനോജിയ എന്ന് പറഞ്ഞൊരു പാവൻ ചെറുപ്പക്കാരൻ, അവന്റെ വിവാഹം മുടങ്ങി. ആര് മുടക്കി? നമ്മുടെ എല്ലാം ഈ ഹിന്ദി സിനിമയിലെ അധികായനായ സെയ്ഫ് അലി ഖാനാണ് എന്റെ വിവാഹം മുടക്കാൻ നടക്കാണോ ചേട്ടാ? വിവാഹം മുടക്കി ആ പാവം പിടിച്ച പയ്യനെ അങ്ങനെ കുത്തിയെന്ന്, അങ്ങനെ ഫ്ലാറ്റിൽ കയറി കുത്തിയത് അവനാണെന്നല്ലേ ഇപ്പൊ കേസ് വന്നിരിക്കുന്നത്. ഈ പയ്യന അത് രസകരമായ വസ്തുത, ഈ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി ട്രെയിൻ കയറി ആ പയ്യൻ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ആ പയ്യന്റെ ഭാവി ജീവിതം തീർന്നു. അതായത് ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. പോലീസ് പ്രതിരോധത്തില്, സെയ്ഫ് അലി ഖാൻ പ്രതിരോധത്തില്, കരീന കപൂർ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് പാവം പിടിച്ച ഈ പയ്യനെയൊക്കെ തലയിൽ വെച്ചു. എന്താണ് ഇത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുക. കരീന അന്നേ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ആ സംഭവ ദിവസം ഇവരൊക്കെ മദ്യപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചിച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഒരു 1696 കോടിയുടെ സ്വത്ത്, നിസ്സാര സ്വത്താണ് അവരെ സംബന്ധിച്ച്. അത് അങ്ങ് സർക്കാരിലേക്ക് കണ്ടുകെട്ടാനുള്ള വഴിയാണ്. അപ്പൊ പിന്നെ നെഞ്ചുവേദന ഉണ്ടായി എന്നുള്ളതാണ്. ഒരു കൊടി പോലും നമ്മളെ ഇല്ല, ഒരു കൊടി പോലും നമ്മളെ ഇല്ല, ഒരു കൊടി പോലും ഇല്ല. അപ്പൊ ഇവർക്ക് ഇത്രയും നിസ്സാരം കാര്യമുള്ളൂ ചേട്ടാ, അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കൊരു നെഞ്ചുവേദന, കാരണം പുള്ളി കളിച്ചു വളർന്ന പാലസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് കൈവിട്ടു പോകാൻ പോകുന്നത്. ഇതിപ്പോ ഈ പയ്യനില് ഉറപ്പിച്ച ഈ പുള്ളി തന്നെയാണ് കൊന്നത് എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ടോ? അല്ല, കുത്തിയതെന്ന് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിച്ചാണ് വന്നിരിക്കുന്ന കാര്യം. കാരണം ഇതിനു മുമ്പ് 2-3 പേരെ കാണിച്ചിട്ട് ഇവരാണ് കുത്തിയത് എന്ന് പറഞ്ഞു. അല്ല, അതിലാണ് കുട്ടി പറയുന്നത് വെച്ചാല്, ആ കുട്ടിയുടെ ചിത്രം കണ്ട് അവന്റെ നാട്ടുകാർ തന്നെ ആകെ അതിശയിച്ചു പോയി എന്നാ പറയുന്നത്. അച്ഛനും അമ്മയും ഒക്കെ അതിശയിച്ചു പോയി. തന്റെ മകൻ എന്തോ മാന്യമായ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു പയ്യനായിരുന്നു. അതെല്ലാം അത് ഒക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്, ഇപ്പൊ ഇത്രയും സമയമായിട്ടും നമ്മൾ ഇങ്ങനെ പലവട്ടം പല കാര്യങ്ങൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും എന്ത് മൂവ്മെന്റ് ആണ്? പോലീസ് ഇപ്പൊ പ്രതിരോധത്തിലാണ്. പോലീസിന് ഇതിലിപ്പോ ഇനി കുറച്ച് കഴിയുമ്പോ തേഞ്ഞു മാഞ്ഞു പോകും. അല്ലാണ്ട് ഇതിൽ കൂടുതലൊന്നും വരില്ല. കാരണം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു മൂവിലേക്ക് പോവുകയാണെങ്കിൽ സെയ്ഫ് അലി ഖാനും കുടുംബവും നടത്തിയിട്ടുള്ള കള്ള നാടകം അത് പൊളിയും. ഇപ്പൊ തന്നെ നോക്കൂ, സെയ്ഫ് അലി ഖാന് ഏതാണ്ട് 1 ലക്ഷം രൂപയോ മറ്റോ ആണ് ഹോസ്പിറ്റൽ ബില്ല് ആയുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ക്ലെയിമിന് കൊടുത്തത് 35 ലക്ഷം രൂപ, ക്ലെയിം അനുവദിച്ചിട്ടുള്ളത് ഏതാണ്ട് 25 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ കുറച്ച്. അപ്പോഴും നോക്കൂ, ഒരു സാധാരണക്കാരൻ ഹോസ്പിറ്റലായിട്ടുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരു ഫണ്ട് അനുവദിച്ച് കിട്ടുമോ? ഒരു ക്ലെയിം ഒരു ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെ ചെയ്തു കൊടുക്കില്ല. പക്ഷെ ഇതൊക്കെ ഇവരുടെ ഒരു ഫെയിം വെച്ചിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അവർക്കുള്ള ഹോൾഡ് വെച്ചിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ സമയത്ത് ഈ പയ്യൻ തന്നെയാണ് കുത്തിയത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടതാണ് കാര്യം. പോലീസ് വല വീശുന്നു, പ്രതി എവിടെയാണെന്ന് അറിയില്ല എന്ന് ഡൽഹി ബ്യൂറോ എന്നുള്ള മീൻ പിടിക്കാനായിരിക്കും ചേട്ടാ വല വീശിയത്, മീൻ പിടിക്കാൻ. ഏതായാലും നമ്മൾ ആ ചിത്രം നമ്മൾ കണ്ടതാണ്. അതുപോലെയാണോ? അതിന് സമാനമായ, അതായത് CCTV ദൃശ്യങ്ങളിൽ കണ്ടതിന് സമാനമായ 2 പേരെ തെരഞ്ഞു പിടിക്കുമായിരുന്നു അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഇത് ഒന്നാമത് ഇത് വിശ്വസിച്ച ആ ചെക്കന്റെ കാണാൻ വന്ന പെൺവീട്ടുകാര് കല്യാണം നടത്തണമെന്നില്ല, പക്ഷെ അത് വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേ അതിലാണ് സങ്കടം തോന്നുന്നത്. കാരണം ചെറുപ്പക്കാരൻ പറയുന്നത് എന്റെ ജീവിതം തുലച്ചു എന്നാണ്, എന്റെ ജീവിതം ഇവരെല്ലാവരും കൂടെ. ഇനിയിപ്പോ സെയ്ഫ് അലി ഖാൻ ഒരുപക്ഷെ പെണ്ണ് എവിടെങ്കിലും ബോളിവുഡ് ആക്ട്രസ്മാരെ വാങ്ങാനും കൊണ്ടേ കൊടുക്കുമെന്ന് അറിയില്ല. കാരണം രക്ഷപ്പെടുത്തിയ ഓട്ടോറിക്ഷക്കാരന് ഒരു തുക കൊടുത്തിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തിയ ഓട്ടോറിക്ഷയിൽ, അതായത് അത്രയും കാർ ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ പുള്ളിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കാർ ഉണ്ടായില്ല, ഓട്ടോയിൽ കയറേണ്ടി വന്നു. ആദ്യം 8 വയസ്സുകാരൻ മോൻ വന്ന് ഓട്ടോ പിടിച്ച്, അത് കഴിഞ്ഞ് വലിയ മോൻ വന്ന് ഓട്ടോ പിടിച്ച്. എന്തായാലും മോന്മാരുടെ ഒരു ബഹളം അവിടെ നടക്കുന്നുണ്ട്. ഓട്ടോ കിട്ടി, അതുകൊണ്ട് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഉണ്ടല്ലോ. എന്തായാലും മക്കൾ സമ്പത്താണ് ചേട്ടാ. മക്കൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ ഓട്ടോ പിടിച്ച് വരെ പോകുമ്പോൾ സെയ്ഫ് അലി ഖാൻ ഓട്ടോക്കാരനെ വിളിച്ചാണ് പോയത്. അത്രത്തോളം തന്റെ വീട്ടിൽ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ലീലാവതി ഹോസ്പിറ്റലിലേക്ക് വരെ ചോദിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പൊ ഇതൊന്നും പൊട്ടന്മാരല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനെ
അതിലേക്ക് അടുപ്പിക്കാനാണ് ഒരു നല്ല നടൻ എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു നല്ല നടനായത് കൊണ്ടാണ് സാധാരണക്കാരനെ ആ വിഷയത്തിലേക്ക് അടുപ്പിക്കാനാണ് ഇത്രയും നിറയെ വാഹനങ്ങൾ ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനായി ഈ പോലീസുകാർ ചോദിച്ചോ ഇത്രയും വാഹനങ്ങളുള്ള വാഹനപ്രേമിയായിട്ടുള്ള ഒരാളുടെ അപ്പാർട്ട്മെന്റിൽ അന്ന് ഒരു വണ്ടി പോലും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? അല്ലാണ്ട് നിസ്സാരമായിട്ട് ഈ ഒരു സാധാരണ ഈ നരുന്ത് പോലത്തെ ഒരു പയ്യന് കയറി പോകാൻ പറ്റുമോ? ഈ അപ്പാർട്ട്മെന്റിൽ ഫുൾ CCTV ക്യാമറ, സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ഉള്ള ഒരു അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിലേക്ക് ഈ പയ്യനാണെന്ന് കരുതുക, ഈ പയ്യൻ എങ്ങനെ നിസ്സാരമായിട്ട് കയറി പോകുന്നു? ഏതായാലും നമുക്ക് അതിലും വലിയൊരു സംഭവം എന്താ വെച്ചാ ആക്സോ ബ്ലേഡും വടിയും മാത്രം കയ്യിലുണ്ടായിരുന്ന ഈ പയ്യന്റെ കുത്തു കൊണ്ടിട്ട് ഒടിഞ്ഞ കത്തിയുടെ പീസ് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തു എന്നുള്ളതാണ്. ഡോക്ടർമാരും ആകെ പെട്ടിരിക്കും. ഡോക്ടർമാരാണ് ഇതിലെ ഏറ്റവും മികച്ച നടന്മാർ. ഇതിപ്പം സേഫ് ആണോ മികച്ച നടൻ, ഡോക്ടർമാരാണോ പക്ഷെ അത് കരീനയുടെ ആയിരിക്കും. അതാണ് ഇത്രയും വലിയ മണ്ടം ബുദ്ധിയായി പോയി, ചീറ്റിപ്പോയത്. കരീനയ്ക്ക് സംവിധാനം അറിയില്ല. ഏതായാലും ആ ബ്ലേഡ് കൊണ്ട് ബ്ലേഡ് അങ്ങനെ ഏതോ ബ്ലേഡ് കൊണ്ട് ഒരു പോറലെങ്കിലും ഉണ്ടായി. പഴം മുറിക്കണ പോലെ മുറിച്ചാലേ ഒരു മനുഷ്യ ശരീരം മുറിയോളൂ ചേട്ടാ. ഈ ആക്സോ ബ്ലേഡ് കുത്തി കയറോ ഇതിന്റെ ഇത്ര ഉള്ളിലേക്ക്? സുഷുപ്ന നാഡി, സുഷുപ്നയില് ഫ്ലൂയിഡ് വരെ പുറത്തു വന്നു എന്നൊക്കെയാണ് അടിച്ചു വിട്ടത്. സീരിയസ് ആണ്. പഹയന്മാർക്കൊക്കെ ഒരു വെന്റിലേറ്ററിലാണ്. അതെ. എന്നിട്ട് നാലാം ദിവസം ഇൻസൈഡ് ചെയ്ത് ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ ഇറങ്ങി ഹായ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു. ഏതായാലും നമുക്ക് ആ ചെക്കന്റെ ഭാവി പോകുന്നു. അത്രയും അതാണ് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തുകയാണ്. ആ പാവം പിടിച്ച ചെക്കൻ ആ കുട്ടിയെ പിന്നെ ഇതിലേക്ക് കൊണ്ട് എത്തിച്ചു. ഒരു ഭാവി ജീവിതത്തിലേക്ക് തൻ്റെ പ്രതിശുദ്ധ വധുവിനെ കാണാനായി പോയ ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇത്രയും ഒക്കെ ചെയ്ത് ജീവിതം തരിപ്പണമാക്കി കൊടുക്കാൻ സെയ്ഫ് അലിഖാൻ, അതായത് സെയ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം സെയ്ഫ് എന്ന അർത്ഥത്തില് അപ്പൊ എന്തായാലും ആ ചെറുപ്പക്കാരന്റെ ജീവിതം സേഫ് ആക്കി കൊടുത്ത സെയ്ഫ് അലി ഖാന് നമോ ആകാവുന്നേ പറയാനുള്ളൂ. അതെ, എന്തായാലും താങ്കൾ തന്നെ ഇങ്ങനെ ബേജാറാക്കിയോണ്ട് ആ യുവാവിന്റെ ജീവിതം കൂടി ഒരു സേഫ് ആക്കി കൊടുക്കണം. കൊടുത്തു. അപ്പൊ ഈ ചെക്കനും കൂടെ എന്നിട്ട് 10 പേരെടുത്ത് ഞാൻ കളവാണേ ചെയ്തത്, ആ പാവം ആ പയ്യനെ ഞാൻ ഒന്നും ചെയ്തില്ലേ എന്നുകൂടെ ഒന്ന് താങ്കൾ പറയും. അവനെ ഒന്ന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത ഉപകാരമായിരിക്കും.